തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനി ആനന്ദിന്റെ ആത്മഹത്യയിൽ SAP ക്യാമ്പിലേക്ക് കേരള ആദിവാസി കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ MP, എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവരിപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്? ഈ മാസം 19 തീയതിയായിരുന്നു തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനിയായിട്ടുള്ള വിതുര സ്വദേശി ആനന്ദ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ സംഭവത്തിൽ ഈ ആനന്ദിന്റെ മരണത്തിൽ SAP ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആനന്ദിന്റെ കുടുംബവും ഒപ്പം തന്നെ കേരള ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ പേരൂർക്കട SAP ക്യാമ്പിലേക്ക് ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് മാർച്ച് ബത്തേരി MLA IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ മാർച്ചിലൂടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആനന്ദിന്റെ ആത്മഹത്യയിൽ ഒരു ദുരൂഹത സംശയിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്. സെപ്റ്റംബർ 19 തീയതിയാണ് ആനന്ദിന് മരണം സംഭവിക്കുന്നത്. പക്ഷേ അതിന് 2 ദിവസം മുൻപ് തന്നെ ക്യാമ്പിനുള്ളിൽ വെച്ച് ആനന്ദിന്റെ കൈ മുറിച്ചുകൊണ്ട് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇത് ആശുപത്രിയിൽ എത്തി ചികിത്സിക്കുകയും പിന്നീട് ആനന്ദിനെ തിരികെ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആനന്ദിനെ റൂമിനുള്ളിൽ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. പക്ഷേ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത് ആനന്ദിന് ഈ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതായും ഒപ്പം തന്നെ മേലുദ്യോഗസ്ഥരായിട്ടുള്ള ചില ആളുകൾ ആനന്ദിനെ ജാതീയ നിക്ഷേപം നടത്തിയതായും ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസ് നൽകിയ വിശദീകരണം ഇത്തരത്തിൽ ക്യാമ്പിന്റെ ഒരു ചുമതല ആനന്ദിന് നൽകിയിട്ടുണ്ടായിരുന്നു. അക്കാര്യങ്ങളെല്ലാം തന്നെ ആനന്ദ് കടുത്ത രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം തുടർന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആനന്ദിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണം ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രാഥമിക ഘട്ട അന്വേഷണം പുരോഗമിച്ച ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടത്തുന്നുമുണ്ട്. സ്വാതി. ശരി ദേവൻ, എന്തായാലും അവർ അവിടെ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. നീതി കിട്ടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് മാർച്ച് നടത്തുന്നത്.